ആന്ധ്രാപ്രദേശിലെ അനക്കപ്പള്ളിക്ക് സമീപം ട്രെയിനിന് തീപിടിച്ച അപകടമുണ്ടായിട്ടുണ്ട്. അതിൽ ഒരാൾ മരിച്ചു എന്നുള്ള വിവരമുണ്ട്. ടാറ്റാനഗർ എറണാകുളം എക്സ്പ്രസിനാണ് തീപിടുത്തമുണ്ടായത്. 2 കോച്ചുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. KB ശ്രീധരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീധരൻ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് പ്രാഥമിക വിവരം? ഒരു മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടുതൽ എന്തെല്ലാം വിവരങ്ങൾ അറിയുന്നുണ്ട്? ഇന്ന് പുലർച്ചെയാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. 1 മണിയോടുകൂടി വിശാഖപട്ടണത്ത് നിന്ന് 60 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചാണ് ഈ ട്രെയിനിന് തീ പിടിക്കുന്നത്. ടാറ്റാനഗറിൽ നിന്ന് എറണാകുളത്തേക്ക് വന്ന ട്രെയിനാണ് തീ പിടിച്ചത്. ഇതിന്റെ എഞ്ചിനോട് ചേർന്ന് B1 കോച്ചിലാണ് ആദ്യം തീ കാണുന്നത്. ഉടൻ തന്നെ ലോക്കോ പൈലറ്റ് വാഹനം നിർത്തി ശബരിമലയിലേക്ക് പോയിരുന്ന അല്ലെങ്കിൽ ദർശനത്തിന് പോയിരുന്ന ഒരു സ്വാമിയാണ് ആദ്യം ഈ തീ കാണുന്നത്. ഉടൻ തന്നെ ലോക്കോ പൈലറ്റിനെ വിവരം അറിയിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ട്രെയിൻ അപായ ചങ്ങല വലിച്ചു നിർത്തുകയായിരുന്നു. ഏതായാലും അതിന് പിന്നാലെ തന്നെ പരമാവധി ആളുകളെ പുറത്തേക്ക് ഇറക്കുകയൊക്കെ ചെയ്തു. ഈ B1-ൽ നിന്ന് തൊട്ടടുത്ത കോച്ചായ M2-ലേക്ക് 2 AC കോച്ചുകളാണ്. ഈ 2 കോച്ചുകളിലേക്കും തീ പടരുകയും ചെയ്തു. നിലവിലേതായാലും പരമാവധി ആളുകൾ 76 പേർ ഈ ഒരു കോച്ചിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരെല്ലാം തന്നെ പുറത്തിറക്കി. പക്ഷെ B1-ൽ യാത്ര ചെയ്തിരുന്ന ചന്ദ്രശേഖർ സുന്ദരം എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശ് സ്വദേശിക്ക് പുറത്തിറങ്ങാനായില്ല. അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഏതായാലും സംഭവത്തിൽ റെയിൽവേ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ട്രെയിൻ മറ്റ് പ്രശ്നങ്ങളില്ലാത്തതിനാൽ തന്നെ ഈ 2 ബോഗികൾ മാറ്റി യാത്ര തുടർന്നു എന്നാണ് നിലവിൽ മനസ്സിലാകുന്നത്. മറ്റാളപായങ്ങളില്ല. വലിയ ദുരന്തം തന്നെയാണ് ഒഴിവായതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2 കോച്ചുകൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അതിലൊരു മരണവും സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആന്ധ്രാപ്രദേശിന് സമീപം അനക്കപ്പള്ളി ആ പ്രദേശത്താണ് ഇങ്ങനെയൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ടാറ്റാനഗർ എറണാകുളം എക്സ്പ്രസിനാണ് തീപിടുത്തമുണ്ടായത്. KB ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.